കുറച്ചുകൂടി വിശദമായി ബജറ്റിനെ പരിശോധിച്ചാൽ 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ് കടമൊഴികെയുള്ള വരവ് 30.80 ലക്ഷം കോടി രൂപയാണ്. ആകെ ചെലവ് 47.66 ലക്ഷം കോടി രൂപ. നികുതി വരുമാനം എന്ന് പറയുന്നത് 26.02 ലക്ഷം കോടിയാണ്. ധനക്കമ്മി GDP-യുടെ 5.1% എന്നതുകൂടി നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ധനക്കമ്മിയാണ്. GDP-യുടെ 5.1%. ഇന്ന് സംസ്ഥാന ധനമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴും വിമർശിച്ചത് GDP-യുടെ 5.1% വരെ ധനക്കമ്മി എത്തിയിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. മനു ഭരത് ഇവിടെ ഇപ്പോൾ സംസ്ഥാനങ്ങളോട് അത് ധനക്കമ്മി എന്ന് പറയുന്നത് GDP-യുടെ 5.1% വരെ എത്തി നിൽക്കുന്ന കേന്ദ്രം സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ വിഭിന്നമാണ്. 3% കൂടുതൽ കടം ഉണ്ടാകാൻ പാടില്ല എന്നതിൽ കടുംപിടുത്തം പിടിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കാര്യമെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിയുകയാണ്. GDP എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പോലും 5.1 3%-ലേക്ക് ഒക്കെ ഈ കടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. എത്രയോ മുൻപ് ആ നേട്ടം കൈവരിക്കണമെന്ന് പ്രതീക്ഷിച്ചതാണ്. കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അതിന് കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് സംസ്ഥാന ധനമന്ത്രിക്ക് പോലും വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലാണ് സാമ്പത്തിക അവസ്ഥ എന്നത് കൂടുതൽ വെളിവാവുകയല്ലേ? ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ധനക്കമ്മി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ധനക്കമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 5.8 ആയിരുന്നു. 5.8 നിന്ന് അത് 5.3 ആക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇത്തവണ അത്രയ്ക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഏതായാലും അത് 5.1 കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ റവന്യൂ കമ്മിയും ഇത്തവണ പിന്നെ 2.8 നിന്ന് 2% കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാഥമികമായ ധനക്കമ്മി എന്നത് 2.3 നിന്ന് 1.5. അപ്പോൾ കേന്ദ്ര സർക്കാരും സമാനമായ രീതിയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതേസമയം പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി പ്രബലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ഒപ്പം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ നികുതി അടയ്ക്കാൻ ശേഷിയുള്ളവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ധനക്കമ്മി പിടിച്ചു നിർത്തുക എന്നത് എല്ലാ കാലത്തും ഇന്ത്യ പോലെ വലിയ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. മാത്രവുമല്ല ഈ കടം ഒട്ടും എടുക്കാതെ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വലിയ സ്റ്റാഗ്നൻ്റായ ഒരു എക്കോണമിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇന്ന് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ 10-20 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചിലവ് അത്രമാത്രം കൂടും എന്നതാണ് ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ അത് നേരത്തെ നടപ്പിലാക്കുക, അതിൽ നിന്നുള്ള വരുമാനം മറ്റ് സ്രോതസ്സുകളിലേക്ക് വിനിയോഗിക്കുക തുടങ്ങിയ ഒട്ടനവധി ആശയങ്ങൾ ഇതിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ കടം എടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനങ്ങളുടെ കാര്യം എത്തുമ്പോൾ വിഭിന്നമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അല്ല, അത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരും ഇനി അടുത്ത ഘട്ടമാകുമ്പോഴേക്കും 2025 ആകുമ്പോഴേക്കും അത് 4% എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് കുറെ കൂടി വലിയ അതുപോലും 1% അധികമാണ്. സംസ്ഥാനങ്ങൾക്ക് അതിന് ആ നിലയ്ക്കുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കടമെടുക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഒരു രാജ്യത്തിൻ്റെ സർക്കാർ എന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് അത്രമാത്രം എടുക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് ആകത്തുക നമ്മുടെ എക്കോണമിയെ കൂടി ബാധിക്കുന്നൊരു സാഹചര്യമുണ്ടാകും. അപ്പോൾ ഒരു സെൽഫ് റിലയൻറ്റ് സ്റ്റേറ്റ് ആകുക എന്നുള്ളത് ഒരു വശത്താണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കടം പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാനാകില്ല. അത് വലിയ തോതിലുള്ള കടമെടുപ്പ് ഉണ്ടായാൽ അത് വലിയ പണപ്പെരുപ്പത്തിലേക്ക് വഴിവെക്കും. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കടുംപിടുത്തം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഒരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം അവതരിപ്പിക്കുന്ന ബജറ്റ് ഉൾപ്പെടെയുള്ള വളരെ സേഫ് ആയിട്ടുള്ള 2-3 ബജറ്റുകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ വഴിവിട്ട ചെലവുകൾ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോകാതെ ആ ഒരു പിടുത്തം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം. അതോടൊപ്പം തന്നെ ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള 2047 ആകുമ്പോൾ വികസിത് ഭാരതായി ഇന്ത്യ മാറും എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും, അതിനുശേഷം 2047 ആകുമ്പോഴേക്ക് വികസിത ഭാരതമാകും എന്നൊക്കെ
പറയുന്നവർ അതനുസരിച്ച് ബജറ്റിനെ സമീപിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാവുക? അല്ല, സ്വാഭാവികമായും വലിയ തോതിലുള്ള കടമെടുപ്പ്, കടം ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു പരിധി വിട്ടുള്ള കടമെടുപ്പ് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ഒരിക്കലും അത് സഹായകരമാകില്ല. ഒരു കണക്കിനപ്പുറത്തേക്ക് അത് പോകുമ്പോൾ പിന്നെ അത് പണപ്പെരുപ്പത്തിന് വഴിവെക്കും, പിന്നെ വിലക്കയറ്റത്തിന് വഴിവെക്കും. അങ്ങനെ സാമ്പത്തിക അസ്ഥിരത്വം ഉണ്ടാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ചെറിയ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് അത് പൊട്ടിമാറും. അപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെടുത്തു, അല്ലെങ്കിൽ ശ്രീലങ്കയിലെടുത്തു, അവിടെയൊക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് നേരത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ചെറിയ പ്രദേശങ്ങളിൽ അങ്ങനെ വലിയ കടബാധ്യത വരുന്നത് ഒരു പ്രയാസം, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ അതിനൊരു ബാലൻസ് ഉണ്ടാകുകയാണ് വേണ്ടത്. നമുക്ക് അനിയന്ത്രിതമായി കടമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് കൂടുതൽ കേന്ദ്രവിഹിതം കേരളത്തിലേക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരു പൊതുനയത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഇപ്പോൾ നികുതി എന്നൊരു സമ്പ്രദായം അങ്ങനെയാണല്ലോ. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് അത് ഇല്ലാത്ത ആളുകൾക്ക് വികേന്ദ്രീകരിച്ച് നൽകുക എന്നതാണല്ലോ ആ നികുതി സമ്പ്രദായം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സമ്പന്നൻ ഇപ്പോൾ പണം അടയ്ക്കുന്ന ആൾക്ക് തന്നെ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടണം എന്ന് പറയാനാകില്ല. അപ്പോൾ അതാണിപ്പോൾ ഈ കേരളം എന്നത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ തുക കേന്ദ്രത്തിലേക്ക് നൽകുന്നു. പക്ഷേ അത് വികസിതമായ ഉള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. അവർ കൊടുക്കുന്നതിൻ്റെ അത്ര കേരളത്തിന് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ തുക തിരിച്ചു കിട്ടുന്ന സംസ്ഥാനങ്ങളായി ഇപ്പോൾ പശ്ചിമ ബംഗാളായാലും മഹാരാഷ്ട്രയും ഒക്കെ മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം നടത്തി പരമാവധി നേട്ടങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന ഘടകം. പക്ഷേ ഇത് കരുതിക്കൂട്ടിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു നിയന്ത്രണമല്ല. പക്ഷേ സ്വാഭാവികമായും ഈ ഒരു ആരോപണം ഉണ്ട്, ഫിസിക്കൽ സബ്ജുഗേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതായത് ഇങ്ങനെ നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങളെ അവരെ അടിച്ചമർത്തുന്ന ഒരു രീതി കേന്ദ്രം പുലർത്തുന്നു എന്ന വലിയ ആക്ഷേപം ഒരു വശത്തുണ്ട്. അതിനെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യ സർക്കാരും അവരുടെ ധനക്കമ്മി നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാർഡിലേക്ക് കൂടി പോയാൽ അത് ഇറക്കുമതി തീരുവ ഉൾപ്പെടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു നികുതി നിരക്കുകളും വന്നിട്ടില്ല പുതുതായി എന്നതാണ്. നികുതി നിരക്കുകളിൽ മാറ്റമില്ല എന്നതാണ്. മനു അതിൻ്റെ ഒരു ഭാഗം നേരത്തെ വിശദീകരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ മനു നേരത്തെ സൂചിപ്പിച്ചത് നിരക്കുകളിൽ വലിയ മാറ്റമില്ല, പുതിയ ബാധ്യതകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ ഒരു പരിധിവരെ ബജറ്റ് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാകാം, മാറ്റമില്ല എന്ന്. പക്ഷേ മനു, ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ബജറ്റിൽ ഒരു ഇളവ് പ്രതീക്ഷിച്ച വലിയൊരു വിഭാഗം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ അത്തരം പൊടിക്കൈകൾ ഉണ്ടാകും, ജനപ്രിയ ബജറ്റ് ആക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് ജീവിതഭാരം കുറയും എന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നത് തിരിച്ചടിയാകില്ലേ? അല്ല, സ്വാഭാവികമായും ഏതെങ്കിലുമൊക്കെ മേഖല, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് നിത്യോപയോഗമായി ബന്ധപ്പെട്ടുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലക്കുറവിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഇലക്ട്രോണിക് ഗൂഡ്സിനെ സംബന്ധിച്ചൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു ആദായ നികുതി മുതൽ ഇങ്ങോട്ട് എന്ത് പരിശോധിച്ചാലും അത് ഉണ്ടാകുന്നില്ല, ഒരു ആശ്വാസവും ഉണ്ടാകുന്നില്ല. അല്ല, ആദായ നികുതി, അതാണ് അതിനൊരു കൃത്യമായ ഒരു വിശദീകരണം ധനമന്ത്രി നൽകുന്നുണ്ട്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദായ നികുതി പരിധി 2.5 ലക്ഷം രൂപയായിരുന്നു, അവിടുന്ന് 7.5 ലക്ഷം രൂപയായി. അപ്പോൾ അതൊരു വലിയ ആദായ നികുതി ഇളവിൽ ഒരു വലിയ ഇത് നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിനെ അങ്ങനെ പൂർണ്ണമായി ഇതിൽ BJP പറയുന്നതിലെടുത്ത് ചിലയിടത്ത് കണക്കിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ 7.5 ലക്ഷം എന്ന് പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ചില ആനുകൂല്യങ്ങൾ ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടമാകുകയും ചെയ്യും. അപ്പം ആളുകളെ പുതിയ ടാക്സ് റെജീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു ശ്രമമാണ്. അതിൽ ചില ഓപ്ഷൻ ഇനിയും തുടരും അല്ല, അതെ, അതുകൊണ്ട് തന്നെ ആ തർക്കം എന്ന് വെച്ചാൽ ഇപ്പോൾ 2.5 ലക്ഷം ആയിരിക്കുമ്പോഴും ഈ 7.5 ലക്ഷം ആകുമ്പോഴും ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ തോത് ഒന്ന് തന്നെയാണ് എന്ന് വാദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്ന് പറയുമ്പോൾ അത് ഒരു ജനസംഖ്യ അടിസ്ഥാനത്തിൽ നമുക്ക് അത്ര വലിയൊരു GDP ഉണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളോഹരി വരുമാനത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് മറ്റു പല രാജ്യങ്ങളെക്കാൾ നമ്മളെക്കാൾ കുറഞ്ഞ സാമ്പത്തിക
ശേഷിയുള്ള രാജ്യങ്ങളെക്കാൾ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളെക്കാൾ നമ്മുടെ ആളോഹരി വരുമാനം നോക്കുമ്പോൾ അത് നമ്മളുടെ കുറവാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഒരു കണക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ശരിയല്ല അങ്ങനെ വ്യക്തമാക്കുന്നു. ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള ബി പ്രഭാകരൻ, അദ്ദേഹം JNUവിലൊരു വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പുറത്തു എഴുതിയ പുസ്തകം ഇതിനെ സംബന്ധിച്ച് ഈ കള്ളക്കളി ആണ് എന്ന തരത്തിൽ ദി ക്രിക്കറ്റ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു, പട്ടിണി സൂചികയിൽ താഴോട്ട് പോകുന്നു. അങ്ങനെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഇന്നലെ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറയുന്നു. അതെ, പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ വെൽഫെയർ എക്കണോമിസ്റ്റുകളുടെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ അമർത്യ സെന്നിനെ പോലുള്ള ആളുകൾ കൂടുതൽ ആളുകൾക്ക് എന്താണ് വെൽഫെയർ മെഷേഴ്സ് നടത്തുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ആളുകൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകുക, ഇളവുകൾ അനുവദിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു BJP സർക്കാർ വേറൊരു പുതിയ നയമാണ് കൊണ്ടുവരുന്നത്. അർഹതപ്പെട്ടവരിലേക്ക് മാത്രം ഇളവുകൾ എത്തിയാൽ മതി എന്നാണ്. മുമ്പ് നമുക്കറിയാം ഇവിടെ 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളും 20 ലക്ഷം വാർഷിക വരുമാനമുള്ള ആൾക്കുമൊക്കെ ഗ്യാസ് സബ്സിഡി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല. അല്ലെങ്കിൽ അതിൽ പെട്രോളിയം ആർക്കും അങ്ങനെ വന്നിട്ടുണ്ടാകും. അത് ഞാനില്ലെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സർക്കാരിനെ ന്യായീകരിക്കുകയല്ല. അപ്പോൾ അത് കൃത്യമായി അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം ഒതുക്കുക എന്നുള്ളതാണ് കുറെ കൂടി ശരി എന്നൊരു നിലപാടാണ് പുതിയ NDA സർക്കാരിന്. പക്ഷേ അത് അങ്ങനെ വരുമ്പോഴുമൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ബൃഹത്തായ ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അത് എല്ലാവരിലേക്കും അങ്ങനെ കൃത്യമായി എത്തിയിട്ടുണ്ടാകണം എന്നില്ല. എങ്കിലും ഒരു വലിയ ശതമാനം ആളുകളിലേക്ക് അത് എത്തിയാൽ തന്നെ അതൊരു വിജയമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക വികേന്ദ്രീകരണം ആണ് പ്രധാനമായും രാജ്യം ഉൾക്കാഴ്ച ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഒരു പ്രധാന കാര്യം. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ നാളിതുവരെ പരിഗണിക്കപ്പെടാത്ത ചില വിഭാഗങ്ങൾക്ക് ഈ ബജറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക രീതികൾ കുറേ നേട്ടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ വഴിയോര കച്ചവടക്കാർ 78 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് ആണ് ഈ സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ട് പിന്നെ നേട്ടമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഒക്കെ ഇത് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർ, അതുപോലെ ചെറുകിട സംരംഭകർക്കൊക്കെ ഇത് നേട്ടമായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ കരുത്ത് എന്നതായിരുന്നു ഈ MSME എന്ന് പറയുന്ന ചെറുകിട സംരംഭങ്ങൾ. അപ്പോൾ ഈ ചെറുകിട സംരംഭങ്ങൾക്ക് രാജ്യത്ത് ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും. അത് ഒട്ടനവധി ആളുകളെ സംരംഭകരാക്കി ഉടമകളാക്കും. അതാണ്. അപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനപ്പുറത്തേക്ക് അയാളുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, അത് അയാളുടെ വീടിനടുത്തുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഈ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം എല്ലാ ആളുകളും വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടൊക്കെ ഉള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കാൻ കുറേയൊക്കെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. മറ്റൊന്ന്, ഈ സംരംഭകത്വം എന്ന് പറയുന്നതിൽ സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവർ വരുന്നത് വളരെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു തരത്തിൽ സാമ്പത്തിക രംഗത്തിന് ഒരു കരുത്ത് പകരുന്നത്.